അങ്ങനെ ബാഗൊക്കെ പാക്ക് ചെയ്ത് കാത്തിരുന്ന ദിവസം ഇന്ന് വന്നു കേട്ടോ. നമ്മുടെ വീട്ടിൽ പോവാണേ. പരീക്ഷയെല്ലാം കഴിഞ്ഞിട്ടാണ് പോകുന്നത്. കഴിഞ്ഞോന്ന് വെച്ചാൽ ഇല്ല, നമുക്കിനി ഒരു പരീക്ഷയും കൂടെ ഉണ്ട്. അത് ഓണമൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഉടനെ ഉണ്ട് കേട്ടോ. ഇറങ്ങിയപ്പോഴോ എങ്ങും ഇല്ലാത്ത പോലെ ഭയങ്കര വെയിലൊക്കെ കൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ പോകണമല്ലോ. അപ്പം നമ്മുടെ ഈ ത്യാഗങ്ങളൊക്കെ സഹിച്ച് വേണം വീട്ടിൽ പോകാൻ വേണ്ടി. ഫസ്റ്റ് ട്രെയിനിൽ കയറിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ 2 ട്രെയിൻ കയറണം. ഒന്ന് പാലക്കാട് നിന്ന്, പിന്നെ പാലക്കാട് നിന്ന് അടുത്ത ട്രെയിൻ വീട്ടിലോട്ടുള്ളത്. അവിടെ നിന്ന് ഇറങ്ങി നല്ല സമോസയും ഡോമിനോസ് പിസ്സയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഡോമിനോസ് പിസ്സയിൽ എണ്ണിപ്പെറുക്കിയാൽ ഒരു 8 ചിക്കൻ പീസ് കാണുമായിരിക്കും. പക്ഷേ വിശന്നിരുന്നുകൊണ്ടാണോ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നേ. അവിടെ നിന്നും ചെന്നപ്പോൾ സെക്കൻഡ് ട്രെയിനിൽ നല്ല തിരക്കായിരുന്നു. കാരണം എല്ലാവരും വീട്ടിൽ പോകുന്നതുകൊണ്ട് നമ്മളെപ്പോലെ കയറി. ഞങ്ങൾ 3:15 കയറി. ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു 9:30ക്കാണ് കേട്ടോ. അതിന് ചൂടൊക്കെ എടുത്ത് നമുക്ക് പെട്ടെന്നൊന്ന് ഇറങ്ങിയാൽ മതി എന്നൊരു മൈൻഡ് സെറ്റിലിരിക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ സ്ഥലമായ മാവേലിക്കരയിൽ എത്തിയിട്ടുണ്ട്. എന്നെ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്ന അച്ഛനാണ് കേട്ടോ. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു വീട്ടിൽ പോകുന്നതിന്. എങ്ങനെയും ഒന്ന് വീട്ടിൽ പോയാൽ മതി, ഈ വീട്ടിൽ പോകണം എന്നൊക്കെ ഇതിലിരിക്കുകയായിരുന്നു. കാര്യം ഇപ്പോൾ വന്നിട്ട് ഏകദേശം 1.5 മാസമായിട്ടുണ്ടായിരുന്നു. ഇത് പിന്നെ അറിയാലോ, ലിസ. ഞാൻ എന്നെ പരിചയപ്പെടുത്താമെന്ന് ഇവളോട് പറഞ്ഞത്, പക്ഷെ ഇവള് കേട്ടില്ല. പറഞ്ഞ സ്ഥിതിക്ക് ഞാനാണ് കേട്ടോ ഈ വീട്ടിലെ തങ്കക്കുടം. നിങ്ങൾക്ക് എന്തെങ്കിലും എന്നെ പറ്റി അറിയണമെങ്കിൽ പറയണം കേട്ടോ, ഞാൻ പറയാവേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നല്ല മീൻകറിയും മുട്ടയും കൊഞ്ചുകറിയും. ഈ കൊഞ്ചുകറി കൂട്ടിയൊക്കെ കഴിക്കുന്ന ആൾ മന്തി റൈസിലാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ കഴിക്കാൻ വേണ്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.